ഹലോ, നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഏകദേശം എൻഡ് എത്താനായി. ലാസ്റ്റ് കുറച്ച് ടോപ്പിക്സും കൂടെ 2-3-4 ടോപ്പിക്സും കൂടെ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് ഉണ്ട്, വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് ഉണ്ട്. സോ ഡെഫിനിഷൻ നോക്കാം. ടു സബ് ഗ്രാഫ്സ് G1 ആൻഡ് G2 ഓഫ് എ ഗ്രാഫ് ഹാസ് നോ എഡ്ജ് ഇൻ കോമൺ. അതായത് ഒരു ഗ്രാഫ് ഉണ്ട് ജി, ആ ജിയുടെ രണ്ട് സബ് ഗ്രാഫ്സ് നമ്മളെടുത്തു, G1 G2. അങ്ങനെ ആ രണ്ട് സബ് ഗ്രാഫ്സ് നമ്മളെടുത്തപ്പം ആ രണ്ട് സബ് ഗ്രാഫിലും കോമൺ ആയിട്ട് എഡ്ജസ് ഒന്നും വരുന്നില്ല എങ്കിൽ, ഓക്കെ, കോമൺ എഡ്ജസ് ഒന്നും ഇല്ല എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് G1 ആൻഡ് G2 ആർ എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് ഓഫ് ഗ്രാഫ് ജി. അതുപോലെ വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് two subgraphs G1 and G2 of a graph G has no vertex in common. ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുന്നുണ്ട് ജി എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ രണ്ട് സബ് ഗ്രാഫ്സ് നമ്മളെടുത്തു G1 G2. സോ ഈ രണ്ട് സബ് ഗ്രാഫ്സും നോക്കിയപ്പം അതിനകത്തൊരു കോമൺ വേർട്ടെക്സ് ഇല്ല. ഓക്കെ, രണ്ടിലും കൂടി ഷെയർ ചെയ്യുന്നൊരു വേർട്ടെക്സ് അതിനകത്തില്ല. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു സബ് ഗ്രാഫ്സ് ആർ വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് എന്ന് നമുക്ക് പറയാം. സബ് ഗ്രാഫ്സിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചതാണ് അല്ലേ. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടിയും ഈ തിയറി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് എന്താണെന്ന് നോക്കി നോക്കാം. സോ നമ്മൾ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഗ്രാഫ് ജി എന്ന് പറയുന്ന ഗ്രാഫ്. ഏതൊക്കെയാണ് ഇതിൽ വേർട്ടെക്സ്? എ, ബി, സി, ഡി, ഇ. 5 വേർട്ടെക്സ് ആണ് വരുന്നത് അല്ലേ. നമ്മൾ ഇനി രണ്ട് ഗ്രാഫ്സ് കൺസിഡർ ചെയ്യണം. ആദ്യം നമ്മൾ H1 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്തു. അതിൽ ഏതൊക്കെയാണ് വേർട്ടെക്സ്? എ, സി അല്ലേ. ദെൻ അടുത്ത നമ്മുടെ ഗ്രാഫ് H2ൽ ബി, ഇ, ഡി. അപ്പോൾ ഈ രണ്ട് ഗ്രാഫ്സിൽ കണ്ടോ, ബി, ഇ, ഡി ആണ് ഒരെണ്ണത്തിൽ വരുന്ന വേർട്ടെക്സ് സെറ്റ്. നമുക്ക് നോക്കിയാൽ വേർട്ടെക്സ് സെറ്റ് ഒന്ന് എഴുതി നോക്കി നോക്കാം. ആദ്യത്തെ ഗ്രാഫ് H1 എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ വേർട്ടെക്സ് സെറ്റിൽ ഏതൊക്കെയാണ്? എയും സിയും ആണ് വരുന്നത് അല്ലേ. ദെൻ അടുത്ത ഗ്രാഫിൻ്റെ വേർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബി, ഇ, ഡി. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും വേർട്ടെക്സ് വരുന്നുണ്ടോ? ഇല്ല. ഒരു ഗ്രാഫിൽ എയും സിയും ആണ് വന്നിട്ടുള്ളൂ, മറ്റേതിനകത്ത് ബി, ഇ, ഡി അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ഗ്രാഫ്സ് H1ഉം H2ഉം എന്താണ്? വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് ഓഫ് ദ ഗ്രാഫ് ജി. ഓക്കെ, ഇനി അതുപോലെ വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫിന് അനദർ എക്സാമ്പിളാണ് ഇവിടെ. ഈ സെയിം എക്സാമ്പിൾ തന്നെ, സെയിം ഗ്രാഫിനെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ H1 എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ H1 എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫിൽ ഏതൊക്കെയാണ് ഇതിൻ്റെ വേർട്ടെക്സ്? സി, എ, ബി അല്ലേ. H2ലോ ഡി, ഇ. അപ്പോൾ ഇതിലെന്താണ്? രണ്ട് വേർട്ടെക്സ് സെറ്റിലും H1ൻ്റെ വേർട്ടെക്സ് സെറ്റ് സി, എ, ബി ആണ്, H2ൻ്റെ വേർട്ടെക്സ് സെറ്റ് ഡിയും ഇയും ആണ്. അവിടെ കോമൺ ആയിട്ടൊരു വേർട്ടെക്സ് ഇല്ല അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ഗ്രാഫ്സ് are vertex disjoint subgraph of the graph G. ഓക്കെ, അപ്പോൾ അതാണ് വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഡെഫിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രാഫ് നമ്മൾ നോക്കിയാൽ ഈ ഒരു ഗ്രാഫിനകത്ത് ഞാൻ വേർട്ടെക്സിൻ്റെ പേര് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുമ്പോൾ വേർട്ടെക്സിൻ്റെ പേര് എഴുതണം. ഇത് ഇ, ദിസ് ഈസ് ഡി, സി ആൻഡ് ബി. 4 വേർട്ടെക്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇ, ഡി, സി, ബി. അപ്പോൾ വേർട്ടെക്സിൻ്റെ പേര് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതാം. ഇനി നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ ഗ്രാഫ് H1 എന്ന് പറയുന്ന ഈ ഗ്രാഫിനകത്ത് നമ്മൾ ഏതൊക്കെയാണ് എടുത്തിട്ടുള്ളത്? ഇ, ഡി, ഡി, സി, ദെൻ ഇ, സി. ഇതാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ദെൻ അടുത്ത ഗ്രാഫിൽ നമ്മൾ ഈ ആദ്യം എടുത്ത ഗ്രാഫിലുള്ള എഡ്ജസ് എടുക്കാതെ വേറെ 2 എഡ്ജസാണ് നമ്മൾ എടുത്തത് അല്ലേ. ഈ 2 എഡ്ജാണ് നമ്മൾ അടുത്ത ഗ്രാഫിൽ എടുത്തത്. അപ്പോൾ ഈ 2 ഗ്രാഫ് നോക്കുമ്പോൾ ഈ 2 ഗ്രാഫിലും കോമൺ ആയിട്ട് ഏതെങ്കിലും എഡ്ജ് ഉണ്ടോ? ഇല്ല അല്ലേ. ഇതിലത്തെ എഡ്ജസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ദിസ് ഈസ് എ എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്. അപ്പോൾ അത്രയേ ഉള്ളൂ എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. എളുപ്പമാണ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ,
ഇനി അടുത്ത ഒരു ടോപ്പിക് വരുന്നത് എഡ്ജ് ഡിലീറ്റഡ് സബ്ഗ്രാഫ്സ് ആൻഡ് വേർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ്സ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കി നോക്കാം. ആദ്യം നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് ജി ഈക്വൽസ് വി ഇ ബി എ ഗ്രാഫ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. If we delete a subset of U of V and all edges which have a vertex in U as an endpoint, then G minus U is called a vertex deleted subgraph of G. അപ്പോൾ vertex deleted subgraphന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരു ഗ്രാഫ് ഉണ്ട് G. If we delete a subset U of V, അപ്പോൾ വി എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൻ്റെ വേർട്ടെക്സ് സെറ്റാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സബ്സെറ്റാണ് യു എന്ന് പറയുന്നത്. അപ്പോൾ യുവിൽ നമുക്ക് ഒന്നോ രണ്ടോ വേർട്ടിസസ് ഉണ്ടാവാം. മേ ബി വൺ ഓർ മോർ വേർട്ടിസസ് ആർ ദെയർ ഇൻ യു. യു എന്ന് പറയുന്നതിനകത്ത് ഒന്നോ അതിലധികമോ വേർട്ടിസസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സബ്സെറ്റ് നമ്മൾ എടുത്തു. ആ സബ്സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വിയിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. ആൻഡ് ഓൾ എഡ്ജസ് വിച്ച് ഹാവ് എ വേർട്ടെക്സ് ഇൻ യു ആസ് ആൻ എൻഡ് പോയിന്റ്. അത് നമ്മൾ വിയിൽ നിന്ന് യു നമ്മൾ എടുത്ത് കളയുമ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള എഡ്ജസും കൂടെ നമ്മൾ കളയുവാണ്. ദെൻ ജി മൈനസ് യു ഈസ് കോൾഡ് എ വേർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് ഓഫ് ജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജി മൈനസ് യുവിന് എന്ത് പറയാം? ഇറ്റ് ഈസ് എ വേർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് ഓഫ് ജി എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ജി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ ഈ അനുസരിച്ചിട്ട് നമ്മൾ യു എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഡിലീറ്റഡ് സബ്ഗ്രാഫിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യു എന്ന് പറയുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന വേർട്ടെക്സിൻ്റെ സബ്സെറ്റ്, വേർട്ടെക്സ് ഏതാണോ അതാണ്. ഒന്നോ അതിലധികമോ വേർട്ടിസസ് നമുക്ക് ഈ ഒരു മെയിൻ ഗ്രാഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ വേർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, വേർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഇതാണ്. അപ്പോൾ യു എന്ന് പറയുന്നത് നമ്മുടെ V7 നമ്മൾ എന്ത് ചെയ്തു? V7 നമ്മൾ യു ആയിട്ട് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ V7 എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ യു ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം എന്താണ്? ആ യുവിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതിനോടൊപ്പം എന്താണ്? അതിനായിട്ട് കണക്ട് ചെയ്യുന്ന ആ എഡ്ജസും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ V7 എൻഡ് പോയിന്റ് ആയിട്ടുള്ള എഡ്ജസ് ഏതൊക്കെ വരും? E9, E10, E11, E12, E7, E8 അല്ലേ? 7, 8, 9, 10, 11, 12. E7, E8, E9, E10, E11, E12 ഇത്രയും എഡ്ജസ് എന്താവും? V7 എന്ന് പറയുന്ന വേർട്ടെക്സ് എൻഡ് പോയിന്റ് ആയിട്ട് വരുന്ന എഡ്ജസ് എല്ലാം എന്ത് ചെയ്യും? ഈ മെയിൻ ഗ്രാഫ് ആയിട്ടുള്ള ജിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ്. അപ്പോൾ നമുക്ക് G മൈനസ് യു ഈക്വൽ ടു H ഡാഷ് എന്ന് കിട്ടും. അപ്പോൾ V7 എന്ന് പറയുന്ന വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം അത് എൻഡ് പോയിന്റ് ആയിട്ട് വരുന്ന എഡ്ജസും കൂടെ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് നമ്മളിവിടെ H ഡാഷ് എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കുക, ഈ ഒരു എക്സാമ്പിൾ ഇത് നമ്മുടെ എഡ്ജ് ഡിലീറ്റഡ് സബ്ഗ്രാഫാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. ഇഫ് എ സബ്സെറ്റ് എഫ് ഓഫ് ഇ ഈസ് ഡിലീറ്റഡ് ഫ്രം ജി, then G minus F denotes the subgraph of G is called as edge deleted subgraph. അതായത് നമ്മൾ എന്ത് ചെയ്തു? യു എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് എടുത്തു. യു എന്ന് പറയുന്ന സബ്സെറ്റിൽ ഏതൊക്കെയാണ് എഡ്ജസ്? E2, E5, E7. E2 ഇതാണ്, E5 ഇതാണ്, E7 എവിടെ? E7 ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊത്തം ഗ്രാഫ് ജി എന്ന് പറയുന്ന ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഏതൊക്കെ എഡ്ജസ് ആണ് കളഞ്ഞത്? E2, E5, E7. അപ്പോൾ E2 ഇവിടുന്ന് കളഞ്ഞു, ദെൻ E7 ഇവിടുന്ന് കളഞ്ഞു, E5 ഇവിടുന്ന് കളഞ്ഞു. അപ്പോൾ 3 എഡ്ജസിനെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ജി എന്ന് പറയുന്ന ഗ്രാഫ് യു എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് എഡ്ജസ് G മൈനസ് യു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന H എന്ന് പറയുന്ന ഗ്രാഫ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡ്ജ് ഡിലീറ്റഡ് സബ്ഗ്രാഫ് ഓഫ് ഗ്രാഫ് G എന്ന് പറയുന്നത്. So this is vertex deleted subgraph, this is edge deleted subgraph. Okay, അപ്പോൾ ആ ഒരു ടോപ്പിക്കും നമ്മുടേത് കഴിഞ്ഞു. ഇനി അതിൻ്റെ തന്നെ വേറൊരു ഡെഫിനേഷനും എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ട് അയച്ചു തന്നിട്ടുണ്ട്. ആ നോട്ട് നിങ്ങൾ
ആ നോട്ടിൽ നിങ്ങൾ ഈ നോട്ട്സ് എഴുതിയെടുക്കുന്നതിനോടൊപ്പം എക്സാമ്പിൾസും ക്ലിയർ ആയിട്ട് എഴുതുക. സെയിം തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, വേർട്ടെക്സ് ഡിലീറ്റഡ് സബ്ഗ്രാഫും എഡ്ജ് ഡിലീറ്റഡ് സബ്ഗ്രാഫും അതിൻ്റെ എക്സാമ്പിളും തന്നെയാണ്. ഇതും കൂടെ നിങ്ങൾ നോട്ടിനകത്തേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്സ് ആണ്. മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്സിൽ നമുക്ക് നോക്കാനുള്ളത് അഡ്ജസൻസി മെട്രിക്സും ഇൻസിഡൻസി മെട്രിക്സ്, ഈ രണ്ട് മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ് അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്ജസൻസി മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് AIJ എന്നാണ്. അതായത് ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇത് സിമ്പിളാണ്. അഡ്ജസൻസി മെട്രിക്സും ഇൻസിഡൻസ് മെട്രിക്സും എന്താണെന്നുള്ള വളരെ സിമ്പിളാണ്. ഈ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുക, ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ വേർട്ടീസസ് വരുന്നത്. അഡ്ജസൻസി മെട്രിക്സിനകത്ത് നമ്മൾ വേർട്ടീസസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 4 വേർട്ടീസസ് ഉണ്ട്. ഇത് എപ്പോഴും എന്താണ്, ഒരു n/n മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഒരു n/n മെട്രിക്സ് ആയിരിക്കും എപ്പോഴും അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറയുന്നത്, വേർ n = നമ്പർ ഓഫ് വേർട്ടീസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അഡ്ജസൻസി മെട്രിക്സ് എന്താണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മുടെ എക്സാമ്പിളിനകത്ത് 4 വേർട്ടീസസ് ആണുള്ളത്. അപ്പോൾ 4 വേർട്ടീസസ് നമ്മളിങ്ങനെ റോ വൈസും കോളം വൈസും നമ്മൾ വേർട്ടീസസിൻ്റെ പേര് എഴുതുക, നമ്മൾ സാധാരണ മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോലെ. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിൽ കണക്ഷൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് 0ഉം 1ഉം നമ്മൾ എന്തിൻ്റെ ബേസിലാണ് കൊടുക്കുന്നത്, നമുക്ക് ഗ്രാഫ് നോക്കാം. ഈ ഗ്രാഫിൽ ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്, ദ ഗ്രാഫ് ഷുഡ് ബി എ സിമ്പിൾ ഗ്രാഫ്. സിമ്പിൾ ഗ്രാഫിൻ്റെ ഡെഫിനേഷൻ നമുക്കറിയാം അല്ലേ, എന്താണ്, സെൽഫ് ലൂപ്പും മൾട്ടിപ്പിൾ എഡ്ജസും ഇല്ലാത്ത ഒരു ഗ്രാഫിനെയാണ് നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, V1. ഈ ഒരു ഗ്രാഫിനകത്ത് ഫസ്റ്റത്തെ വേർട്ടെക്സ് V1 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ V1നോട് ഇൻസിഡൻ്റ് ആയിട്ട് വരുന്ന എഡ്ജസ് ഏതൊക്കെയാണ്, V2, V3, V4. അപ്പോൾ നമുക്ക് V1 ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ V1 to V1 കണക്ഷൻ ഇല്ല, അപ്പോൾ നമ്മൾ അവിടെ 0 കൊടുത്തു. V1 V2 കണക്ഷൻ ഉണ്ട്, അപ്പോൾ നമ്മൾ 1 കൊടുത്തു. V1 V3 കണക്ഷൻ ഉണ്ട്, അപ്പോൾ നമ്മൾ 1 കൊടുത്തു. ദെൻ V1 V4ഉം കണക്ഷൻ ഉണ്ട്, അപ്പോൾ നമ്മൾ 1 എന്ന് കൊടുത്തു അല്ലേ. ഇനി അഗെയിൻ നമ്മൾ V2 എടുക്കുക. V2 എടുക്കുമ്പോൾ V2 V1 കണക്ഷൻ ഉണ്ടോ, ഉണ്ട്, അപ്പോൾ നമ്മൾ അവിടെ 1 കൊടുത്തു. V2 V2 കണക്ഷൻ ഉണ്ടോ, ഇല്ല, അപ്പോൾ നമ്മൾ 0 കൊടുത്തു. V2 V3 കണക്ഷൻ ഉണ്ടോ, ഉണ്ട്, അപ്പോൾ നമ്മൾ 1 കൊടുത്തു. V2 V4 കണക്ഷൻ ഉണ്ടോ, ഇല്ല, അപ്പോൾ നമ്മൾ 0 കൊടുത്തു. ദെൻ അടുത്തത് നമ്മൾ V3 കൺസിഡർ ചെയ്യുക. V3 V1 കണക്ഷൻ ഉണ്ടോ, ഉണ്ട്. V3 V2 കണക്ഷൻ ഉണ്ടോ, ഉണ്ട്. V3 V3 കണക്ഷൻ ഉണ്ടോ, ഇല്ല. V3 V4 കണക്ഷൻ ഉണ്ടോ, യെസ്. ദെൻ അടുത്ത V4 കൺസിഡർ ചെയ്യുക. V4 V1 കണക്ഷൻ ഉണ്ട്, V4 V2 കണക്ഷൻ ഇല്ല, V4 V3 കണക്ഷൻ ഉണ്ട്, V4 V4 കണക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ അഡ്ജസൻസി മെട്രിക്സ് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഡെഫിനേഷൻ ഒന്ന് നോക്കി നോക്കാം. സപ്പോസ് GVE is a simple graph with n vertices V1, V2, etc. Vn. The adjacency matrix or sometimes called connection matrix of the graph GVE denoted by A of G equals Aij of n by n, where Aij equals 1 if there is an edge between ith and jth vertices, 0 if there is no edge between ith and jth vertices. സോ ഇതാണ് നമ്മുടെ ഡെഫിനേഷൻ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കി. ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് ഡെഫിനേഷനിലേക്ക് വരാം. സോ ഇതാണ് നമ്മുടെ ഇൻസിഡൻസ് മെട്രിക്സ്. ഇൻസിഡൻസ് മെട്രിക്സിനകത്ത് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേർട്ടിസസും എഡ്ജസും എടുക്കുന്നുണ്ട്. ഓക്കെ, വേർട്ടിസസും എഡ്ജസും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കുക എത്ര എഡ്ജസ് ഉണ്ട്. അപ്പോൾ 5 എഡ്ജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ E1, E2, E3, E4, E5 അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഡ്ജസിൻ്റെ പേര് നമ്മളിങ്ങനെ കൊടുക്കുന്നു. വേർട്ടിസസ് നോക്കുമ്പോൾ എത്ര വേർട്ടിസസ് ഉണ്ട്, 4 വേർട്ടിസസ് അല്ലേ. അപ്പോൾ V1, V2, V3, V4 എന്ന് നമ്മൾ കോളായിട്ടും കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കണക്ഷൻ നോക്കുക. എങ്ങനെയാണ് ഈ 1ഉം 0ഉം നമ്മൾ കൊടുക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുക V1 എന്ന് പറയുന്ന വേർട്ടെക്സിനെ നോക്കി. V1നോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഏതൊക്കെയാണുള്ളത്, E1, E5, E4 അല്ലേ. അപ്പോൾ E1ന് 1 കൊടുത്തു, E4ന് 1 കൊടുത്തു, E5ന് 1 കൊടുത്തു. അപ്പോൾ ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നു, 0 ഇടുക അല്ലേ. അടുത്തത് നമ്മൾ നോക്കുന്നു V2 നോക്കുമ്പം V2നോട് ഏതൊക്കെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, V2, E1, E2 അല്ലേ. അപ്പോൾ E1, E2 ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, 0 കൊടുത്തു. അടുത്തത് നമ്മൾ ഏതാ നോക്കുന്നത്, V3നോട് നോക്കുമ്പോൾ ഏതൊക്കെയാണുള്ളത്, E3, E5, E2 അല്ലേ.
E3 E3 E5 E2 ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു 0 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അത് കിട്ടി, V3യുടെ കിട്ടി. നെക്സ്റ്റ് നമ്മൾ V4 കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് E4ഉം E3യും അല്ലേ, E4ഉം E3യും, ബാക്കിയൊക്കെ നമ്മൾ 0 കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഇനി നമുക്ക് നോക്കി നോക്കാം. ഡെഫിനിഷനിൽ എന്താണ്, ലെറ്റ് GVE ബി an undirected simple graph with n vertices v1 v2 etc vn and m edges e1 e2 etc em. Then the incidence matrix with respect to this ordering v and e is the n by m matrix b equals bij n by m, where bij equals 1 when ej is incident on v, 0 otherwise. അപ്പോൾ എന്താണ്, ഇവിടെ കണക്ഷൻ ഉണ്ടെങ്കിൽ വേർട്ടിസസ് നമ്മൾ എടുക്കുന്നുണ്ട്, എഡ്ജസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വേർട്ടെക്സ് ഏതെങ്കിലും എഡ്ജിനായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു 1 കൊടുക്കുന്നു. കണക്ഷൻ ഇല്ല, ഇൻസിഡൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ 0 കൊടുക്കുന്നു. അപ്പോൾ ഈ സെക്കൻഡ് എക്സാമ്പിൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണം. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ ഇതുപോലെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. സ്വന്തമായിട്ട് ഒന്ന് ഇൻസിഡൻസ് മെട്രിക്സ് വരച്ച് നോക്കുക, എന്നിട്ടത് കമ്പയർ ചെയ്യുക കറക്റ്റ് ആണോ എന്നുള്ളത്. ഇനി അടുത്ത ഒരു ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്യൂഡോഗ്രാഫ്. സ്യൂഡോഗ്രാഫ് നമ്മൾ ഒരു ഡെഫിനേഷനാണ് നോക്കുന്നത്, എന്താണ് സ്യൂഡോഗ്രാഫ് എന്നുള്ളത്. എ ഡയറക്റ്റഡ് ഓർ അൺഡയറക്റ്റഡ് ഗ്രാഫ് ഇൻ വിച്ച് സെൽഫ് ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ് ആർ അലൗഡ് ഈസ് കോൾഡ് എ സ്യൂഡോഗ്രാഫ്. എന്താണ് സ്യൂഡോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്യൂഡോഗ്രാഫിനകത്ത് സെൽഫ് ലൂപ്പും അതുപോലെ തന്നെ പാരലൽ എഡ്ജസും അലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഡയറക്റ്റഡ് ഓർ അൺഡയറക്റ്റഡ് ഗ്രാഫിനെ വി ക്യാൻ കോൾ സ്യൂഡോഗ്രാഫ്. നമുക്ക് അങ്ങനെയുള്ള ഒരു ഡയറക്റ്റഡ് അല്ലെങ്കിൽ അൺഡയറക്റ്റഡ് ഗ്രാഫിനെ, അതായത് എ ഗ്രാഫ്, ആ ഗ്രാഫ് ഡയറക്റ്റഡ് ആവാം അൺഡയറക്റ്റഡ് ആവാം, അതിൽ സെൽഫ് ലൂപ്പും പാരലൽ എഡ്ജസും അലോ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് ഗ്രാഫ് ആസ് എ സ്യൂഡോഗ്രാഫ്. ഇനി അടുത്തത് മൾട്ടിഗ്രാഫ് എന്താണെന്നാണ് നോക്കുന്നത്. എന്താണ് മൾട്ടിഗ്രാഫ്? എ ഡയറക്റ്റഡ് ഓർ അൺഡയറക്റ്റഡ് ഗ്രാഫ് വിച്ച് കണ്ടെയ്ൻ സം പാരലൽ എഡ്ജസ്. അപ്പം പാരലൽ എഡ്ജസ് മാത്രം അലോ ചെയ്യുകയാണെങ്കിൽ അത്തരം ഗ്രാഫ്സിന് നമ്മൾ മൾട്ടിഗ്രാഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൾട്ടിഗ്രാഫിനകത്ത് സെൽഫ് ലൂപ്പ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, മൾട്ടിഗ്രാഫിനകത്ത് സെൽഫ് ലൂപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മൾട്ടിഗ്രാഫിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ടെണ്ണം നമ്മുടെ മൾട്ടിഗ്രാഫിന് എക്സാമ്പിളാണ്. അതായത് അതിനകത്ത് പാരലൽ എഡ്ജസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, സെൽഫ് ലൂപ്പ് ഉണ്ടായിരിക്കില്ല. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നതാണ് ഓപ്പറേഷൻ ഓൺ ഗ്രാഫ്സ് നോക്കുന്നത്. നമുക്ക് ഓപ്പറേഷൻ ഓൺ ഗ്രാഫ്സിൽ നമ്മൾ യൂണിയന്, അതുപോലെ തന്നെ ഇൻ്റർസെക്ഷന്, ദെൻ സം ഓഫ് ടു ഗ്രാഫ്സ്, അതുപോലെ കോംപ്ലിമെൻറ്റ്, ഡീകമ്പോസിഷൻ ഓഫ് ഗ്രാഫ്സ്, ദെൻ സെൽഫ് കോംപ്ലിമെൻ്ററി ഗ്രാഫ്സ്, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഓപ്പറേഷൻസിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് യൂണിയനും ഇൻ്റർസെക്ഷനും അതുപോലെ തന്നെ സം ഓഫ് ടു ഗ്രാഫ്സും നമുക്ക് ഓപ്പറേഷൻ ഗ്രാഫ്സിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ യൂണിയൻ ഓഫ് ടു ഗ്രാഫ്സ് എന്താ നോക്കാം. യൂണിയൻ ഓഫ് ടു ഗ്രാഫ്സ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ദ യൂണിയൻ ഓഫ് ടു സിമ്പിൾ ഗ്രാഫ് G1, E1 ആൻഡ് G2, V2, E2. ഇവിടെ G1 എന്നുണ്ട്. ദി യൂണിയൻ ഓഫ് ടു സിമ്പിൾ ഗ്രാഫ്, ആദ്യത്തെ ഗ്രാഫ് G1, V1, E1 ആൻഡ് G2, V2, E2 ഇസ് ദ സിമ്പിൾ ഗ്രാഫ് വിത്ത് വേർട്ടെക്സ് V1 യൂണിയൻ V2 ആൻഡ് എഡ്ജസ് E1 യൂണിയൻ E2. Then the union of two graphs G1 and G2 is denoted by G1 union G2. ഒന്നുമില്ല, യൂണിയൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫ്സിൽ എങ്ങനെയാണ് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മളെ ഗ്രാഫ് G1 എടുത്തു, രണ്ടാമത്തെ ഗ്രാഫ് G2 എടുത്തു. അപ്പോൾ എങ്ങനെ നമുക്ക് G1 യൂണിയൻ G2 കിട്ടിയത്? നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വേർട്ടെക്സിൻ്റെ ഏതൊക്കെ വേർട്ടെക്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് മൊത്തം ഈ ഗ്രാഫിലെ വേർട്ടെക്സിനെയും ഈ ഗ്രാഫിലെ വേർട്ടെക്സിനെയും നമ്മൾ കമ്പൈൻ ചെയ്യുന്നു, യൂണിയൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ. ആദ്യത്തെ ഗ്രാഫിൽ ഏതൊക്കെയാണുള്ളത്? A, B, C, D, E. രണ്ടാമത്തെ ഗ്രാഫിലോ? ആദ്യത്തെ ഗ്രാഫിൽ ഇല്ലാത്തത് രണ്ടാമത്തെ ഗ്രാഫിലുള്ളതുമായിട്ടുള്ള വേർട്ടെക്സ് ഏതാണ്? എ, ബി, സി രണ്ടാമത്തെ ഗ്രാഫിൽ ഇല്ല, പക്ഷെ ആദ്യത്തെ ഗ്രാഫിലുണ്ട്. ഡി, ഇ, എഫ്. എഫ് എന്ന് പറയുന്ന ഒരു വേർട്ടെക്സും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ G1ഉം G2ഉം കൂടിയിട്ട് യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വേർട്ടെക്സ്, അതായത് ഈ രണ്ട് ഗ്രാഫിലും ഉള്ള എല്ലാ വേർട്ടെക്സും
ഉണ്ടായിരിക്കണം. കമ്പൈൻ ചെയ്യുമ്പോൾ യൂണിയൻ ചെയ്യുന്ന സമയത്ത് എന്താണ് G1 യൂണിയൻ G2 ആണ് നമ്മൾ ചെയ്യുമ്പോൾ G1ലുള്ള എല്ലാ വേർട്ടെക്സും ഉണ്ടായിരിക്കണം, G2ലുള്ള എല്ലാ വേർട്ടെക്സും ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് അത് ആ വേർട്ടെക്സ് സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യണം. അപ്പം നമുക്ക് കിട്ടിയ വേർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ABCDE ഇതാണ് നമ്മുടെ വേർട്ടെക്സ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ആ വേർട്ടെക്സ് സെറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫിനെ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ABCDEF. ഇനി നമുക്ക് എഡ്ജസ് വരക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കി AB എന്ന് പറയുന്ന എഡ്ജ് ആദ്യത്തെ ഗ്രാഫിലുണ്ട്, BC എന്ന് പറയുന്ന എഡ്ജ് ആദ്യത്തെ ഗ്രാഫിലുണ്ട്, AD എന്ന് പറയുന്ന എഡ്ജ് ആദ്യത്തെ ഗ്രാഫിലുണ്ട്, DC ആദ്യത്തെ ഗ്രാഫിലുണ്ട്, DE ആദ്യത്തെ ഗ്രാഫിലുണ്ട്, CEയും ആദ്യത്തെ ഗ്രാഫിലുണ്ട് അല്ലേ. പിന്നെ ADDE രണ്ട് ഗ്രാഫിലും ഉള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഗ്രാഫിൽ എക്സ്ട്രാ വരുന്നത് ഏതൊക്കെയാണ്? BD അതുപോലെ തന്നെ DF. അപ്പോൾ ഈ രണ്ട് ഗ്രാഫും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. അതാണ് നമ്മളെ G1 യൂണിയൻ G2 എന്ന് പറയുന്നത്. അപ്പോൾ യൂണിയൻ ഓഫ് ഗ്രാഫ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി അടുത്ത ഓപ്പറേഷൻ വരുന്നത് ഇൻ്റർസെക്ഷൻ ആണ്. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് നമുക്കറിയാമല്ലോ. എന്താണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ്? കോമൺ ആയിട്ട് വരുന്നത് അല്ലേ, കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എക്സാമ്പിൾ പറഞ്ഞ ശേഷം ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ എന്താണ് ആദ്യം നമ്മൾ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. G1 ഏതൊക്കെയാണ്? ABCD, ഇതാണ് വേർട്ടിസസ് വരുന്നത് അല്ലേ. G2 എന്ന് പറയുന്നതിലോ BED. ആദ്യത്തെ ഏതൊക്കെയായിരുന്നു? ABCD. അപ്പോൾ ഇതിൽ ഈ രണ്ട് വേർട്ടെക്സ് സെറ്റിലും കോമൺ ആയിട്ട് ഏതാ വരുന്നത്? B ഉണ്ട്, D ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന വേർട്ടെക്സിനെ മാത്രം എടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? Bയും Dയും. ഇനി അതിൻ്റെ കണക്ഷൻ എങ്ങനെയായിരുന്നു? B to D അല്ലെങ്കിൽ D to B. ഇത് അൺഡയറക്റ്റഡ് ആണല്ലോ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ B to D എന്ന് പറയുന്ന ഒരു കണക്ഷൻ. അപ്പോൾ കോമൺ വേർട്ടെക്സ് മാത്രം എടുത്ത് അതിൻ്റെ അഡ്ജസ് കണക്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർസെക്ഷൻ ഓഫ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. Given two graphs G1 and G2, their intersection will be another graph such that V of G1 intersection G2 equals V of G1 intersection V of G2 not equal to 5. അതായത് null ആവരുത്. And E of G1 intersection G2 equal to E of G1 intersection E of G2. അതായത് എഡ്ജസും വേർട്ടെക്സും എന്താണ്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് മാത്രം നമ്മൾ എടുക്കുക. അതാണ് ഇൻ്റർസെക്ഷൻ ഓഫ് ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സം ഓഫ് ഗ്രാഫ്സ്. സം ഓഫ് ഗ്രാഫ്സും യൂണിയൻ ഓഫ് ഗ്രാഫ്സും വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ നോക്കിയ ശേഷം നമുക്ക് ഡെഫിനേഷൻ നോക്കാം. അപ്പോൾ സം ഓഫ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ യൂണിയൻ ഓഫ് ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ഗ്രാഫും കൂടിയിട്ട് ഈ രണ്ട് ഗ്രാഫിലും എങ്ങനെയാണ് നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നു യൂണിയൻ ഓഫ് ഗ്രാഫ്സ് പറഞ്ഞത്? ഇപ്പോൾ രണ്ട് ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിലെ എല്ലാ വേർട്ടെക്സും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ യൂണിയൻ എന്ന് പറയുന്ന ഗ്രാഫിൽ ഉണ്ടായിരിക്കണം. ഇതിലുള്ള അഡ്ജസ്റ്റും നമ്മൾ ഇതിലുണ്ടായിരിക്കണം, ഇതിലുള്ള അഡ്ജസ്റ്റും ഉണ്ടായിരിക്കണം. അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. പക്ഷേ സം എന്ന് പറയുന്നത് അങ്ങനെയല്ല. സമ്മിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മൾ G1 എന്ന് പറയുന്ന ഒരു ഗ്രാഫ്, ഇതാണ് നമ്മൾ G1 എന്ന് പറയുന്ന ഗ്രാഫ്. അപ്പോൾ സം ഓഫ് ടു ഗ്രാഫ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് നോക്കുന്നത്. നമ്മൾ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക. G1 എന്ന് പറയുന്ന ഗ്രാഫ്, ഇത് G2 എന്ന് പറയുന്ന ഗ്രാഫ് അല്ലേ. അപ്പോൾ ഈ G1 എന്ന് പറയുന്ന ഗ്രാഫിൽ ഏതൊക്കെയാണ് വേർട്ടെക്സ് ഉള്ളത്? A, B. G2 എന്ന് പറയുന്ന ഗ്രാഫിലോ C, D, E. അപ്പോൾ നമ്മൾ യൂണിയനിലെ പോലെ തന്നെ ഇവിടെയും എന്താണ്, രണ്ട് വേർട്ടെക്സും രണ്ട് ഗ്രാഫിലത്തെ എല്ലാ വേർട്ടെക്സും ഇതിനകത്തും വേണം. ഇൻ അഡീഷൻ ടു ദാറ്റ് പിന്നെ എന്തൊക്കെയാണ്, ഇതിലെ അതായത് G1ലെ ഓരോ വേർട്ടെക്സും G2ലുള്ള എല്ലാ വേർട്ടെക്സിനായിട്ടും എന്താണ് നമ്മൾ കണക്ഷൻ കൊടുക്കണം. പ്ലസ് എന്ന് പറയുന്ന സം ഓഫ് ടു ഗ്രാഫ്സ്, രണ്ട് ഗ്രാഫ്സിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ ഗ്രാഫ് അതേപോലെ നമ്മൾ വരക്കുന്നു, ദെൻ ഈ ഗ്രാഫ് അതേപോലെ നമ്മൾ വരക്കുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിലെ ആദ്യത്തെ വേർട്ടെക്സ് ആയിട്ടുള്ള A എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതിലുള്ള എല്ലാ വേർട്ടെക്സിനോടും കണക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് വരച്ചത്? ആദ്യം നമ്മൾ ഈ ഗ്രാഫ് എടുത്തു, പിന്നെ നമ്മൾ ഈ ഗ്രാഫ് അതേപോലെ എടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ G1 എന്ന് പറയുന്ന ഗ്രാഫിൽ വേർട്ടെക്സ് A എടുത്തിട്ട് ഇതിലുള്ള രണ്ടാമത്തെ G2 എന്ന് പറയുന്ന ഗ്രാഫിലുള്ള എല്ലാ വേർട്ടിസസിലേക്കും കണക്ഷൻ കൊടുക്കുന്നു.
അതുപോലെ ബി എന്ന് പറയുന്ന വേർട്ടെക്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ G2 എന്ന് പറയുന്ന ഗ്രാഫിലുള്ള എല്ലാ വേർട്ടിസസിലേക്കും കണക്ഷൻ കൊടുക്കുന്നു. അതാണ് സം എന്ന് പറയുന്ന ഓപ്പറേഷൻ. സം ഓഫ് ടു ഗ്രാഫ്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഇഫ് ദ ഗ്രാഫ് G1 ഈക്വൽസ് V1 E1 ആൻഡ് G2 ഈക്വൽസ് V2 E2 ആർ such that V1 intersection V2 equals 5, their sum G1 plus G2 is defined as the graph G in which vertex set is V1 plus V2 and the edge set consists of the edges in E1 and E2 and the edges joining the each vertex of V1 with each vertex of V2. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് യൂണിയൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനേക്കാളും അതിൽ നിന്ന് വ്യത്യസ്തമായി സം ഓഫ് ടു ഗ്രാഫ്സ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്താണ് വരുന്നത്, ദ എഡ്ജസ് ജോയിനിങ് ഈച്ച് വേർട്ടെക്സ് ഓഫ് V1 വിത്ത് ഈച്ച് വേർട്ടെക്സ് ഓഫ് V2 കൂടെ എന്താണ് ഈ ഒരു എഡ്ജ് സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സം ഓഫ് ടു ഗ്രാഫ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോംപ്ലിമെന്റ് ഓഫ് എ ഗ്രാഫ്. കോംപ്ലിമെന്റ് ഓഫ് എ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെഫിനിഷൻ നോക്കാം. ദ കോംപ്ലിമെന്റ് G' ഓഫ് G ഈസ് ഡിഫൈൻഡ് ആസ് എ സിമ്പിൾ ഗ്രാഫ് വിത്ത് സെയിം വേർട്ടെക്സ് സെറ്റ് ആസ് G ആൻഡ് വേർ two vertices U and V are adjacent only when they are not adjacent in G. എന്താണ് ജിയിൽ, അതായത് വേർട്ടെക്സ് സെറ്റ് സെയിം ആയിരിക്കും. നിങ്ങളിവിടെ വേർട്ടെക്സിന്റെ പേര് എഴുതണേ, ABCD. ഇങ്ങനെ വേർട്ടെക്സിന്റെ പേര് എഴുതണം. ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ABCD വേർട്ടെക്സിന്റെ പേര് എഴുതണം. ദെൻ എന്താണ് ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, ജിയിൽ വേർട്ടെക്സ് ഉണ്ടെങ്കിൽ ജിയിൽ എഡ്ജ് ഉണ്ടെങ്കിൽ G' ആ എഡ്ജ് ഉണ്ടാവില്ല. ഓക്കെ, ജിയിൽ എഡ്ജ് ഉണ്ടെങ്കിൽ G' ആ എഡ്ജ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ജിയും G' കൂടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഡിഫറൻസ്? ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നമുക്ക് മനസ്സിലായി. ABCD 4 വേർട്ടെക്സ് ഉണ്ട്. ആ 4 വേർട്ടെക്സും എന്താണ് G' ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. 4 വേർട്ടെക്സും G' ഉണ്ടായിരിക്കണം. പക്ഷേ ജിയിലുള്ള എഡ്ജസ് ആയിട്ടുള്ള ഈ എഡ്ജുകളൊന്നും G' ഉണ്ടാവില്ല. പകരം ഏത് 2 എഡ്ജാണ്? ജിയിലില്ലാത്ത ഈ 2 എഡ്ജാണ് G' ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് കോംപ്ലിമെന്റ് ഓഫ് എ ഗ്രാഫ് എന്ന് പറയുന്നത്.